ഞാൻ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് ശരിക്കും ഈ റൊമാൻസിനെ കുറിച്ച് ഫസ്റ്റ് കാണുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ഒന്നും അല്ലായിരുന്നു. കൺസീവ് ആകുന്നതിൻ്റെ മുന്നേ ഇത് സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഇത് എന്തായാലും ഹസ്ബൻഡിൻ്റെ അടുത്തൊന്ന് കാണിച്ചു കൊടുത്ത് നമുക്ക് ഇതിങ്ങനെ പോയാൽ മതിയല്ലോ. 14 ഡേയ്സിൻ്റെ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ എന്താ പറയുക ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ആൾക്കാരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് സാധാരണ വീടുകളിൽ കൊടുക്കുന്ന ആ ഒരു പരിചരണവും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടൂല. ഫുഡിൻ്റെ കാര്യത്തിലായാലും അത് എനിക്ക് സി സെക്ഷൻ ആയിരുന്നു. അപ്പോൾ 14 ഡേയ്സ് അല്ല, ഒരു 18 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത്രയും ഡേയ്സിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ പറഞ്ഞു ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊക്കെ എന്തിനാ, നമ്മൾ വീടുകളിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന അത്രയൊന്നും വരില്ല ഇവിടെ കൊടുക്കുന്നത്. അത് നമ്മൾ വീട്ടിൽ വെച്ച് കൊടുക്കുന്ന അതേ ശരിയാവുള്ളൂ. ഇവിടെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലൊന്നും ശരിയാവില്ല. പിന്നെ ഉഴിച്ചിലായാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ ആളെ വെച്ച് നിർത്തിയാലേ അതൊക്കെ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ഇവിടെ വന്നാലേ അതെന്താണെന്ന് അറിയുള്ളൂ. അത് ട്രീറ്റ്മെൻറ്റ് എടുത്ത ആൾക്കാർക്കാണ് ഒന്നും കൂടെ കൂടുതൽ മനസ്സിലാവുള്ളൂ. കാരണം ഓലത് കണ്ടറിഞ്ഞ് അതിൻ്റെ ഫീലിങ്സ് അവർക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇവിടുത്തെ ധാര, അതുപോലെ സ്റ്റീം ബാത്ത്, പിന്നെ ഓരോ ദിവസവും ഒഴിച്ചിലും, അതും കുറച്ച് നേരത്തേതല്ല, ഏകദേശം ഒരു 1 hour 1.5 hour ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ടൈം എന്തായാലും, പിന്നെ അത് നമ്മൾ ഒഴിച്ചിലായാലും അത് സെറ്റാവാൻ നമ്മൾ ഓരോ ഫേസ് പാക്കുകളും ബോഡി ഫുൾ പാക്ക് ഇട്ടിട്ടും അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ഒരിക്കലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും കിട്ടാൻ പോണില്ല. അത് 100% ഉറപ്പാണ്. ഈ വീട്ടിലെന്തായാലും ഇത് ജസ്റ്റ് അവർ വരും, നമ്മൾ എണ്ണ തേച്ച് തരും, അവരൊന്ന് കുളിപ്പിച്ച് തരും, പോവും, അത്രേ ഉള്ളൂ. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ അത് അറിയുള്ളൂ. അപ്പം ചിന്താഗതിയാണ് ഓരോരുത്തരുടെ പ്രശ്നം. അത് നമ്മൾ മാറി ചിന്തിക്കണം. ഇപ്പം ഇത്രയും ഫെസിലിറ്റീസ് വന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ അത് യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ.